ആ ടീച്ചർ പറഞ്ഞാൽ ക്ലാസ്സിൽ എന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ല. ഞാൻ ആരോടും അങ്ങനെ അധികം മിങ്കിളാവാത്ത ഒരാളായതുകൊണ്ട് എന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യില്ല. അങ്ങനെ സംസാരിക്കലും ഇല്ല, പഠിക്കലും ഇല്ല, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട്. അപ്പോൾ ടീച്ചർ ഒരു ദിവസം ഇത് മീറ്റിംഗ് ഉണ്ടാവില്ലേ, മീറ്റിങ്ങിന് എൻ്റെ മാർക്കുണ്ട്. എൻ്റെ ഉമ്മ വെച്ച് എനിക്കെന്ത് ഈ വിഷയത്തിൽ ഇത്ര കുറവ് മാർക്ക് ഇംഗ്ലീഷിൽ. അപ്പം ഉമ്മാനോട് പറഞ്ഞു എനിക്കറിയില്ല, എനിക്കറിയില്ല, മാർക്ക് കുറഞ്ഞ് ഐ ഡോണ്ട് നോ. അപ്പം ഉമ്മ പറഞ്ഞു ടീച്ചർ കാണാം. ലാസ്റ്റ് ടീച്ചർ എടുത്ത് പോയി. പോയപ്പോൾ എന്താ എൻ്റെ പ്രശ്നം ചോദിച്ചു. അപ്പം എനിക്കത് പ്രശ്നം, എനിക്ക് മാർക്കില്ല, അതാണ് എൻ്റെ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ടീച്ചറിനോട് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. അപ്പം അന്ന് മുതൽ ടീച്ചർ ക്ലാസ്സിൽ മാത്രം ഒരു വേറെ ഇരുത്തി ഒന്നൊരു പഠിപ്പിച്ചിരുന്ന രീതിയിൽ. ലാസ്റ്റ് ഞാൻ മെയിൻ എക്സാമിലൊക്കെ നമ്മൾ ലാസ്റ്റ് എല്ലാ വിഷയം പഠിക്കുമല്ലോ, ലാസ്റ്റ് ടീച്ചറെ വിഷയം മാത്രം ഞാൻ ഇരുന്ന് പഠിച്ചു. അതായത് ഇതിൽ മാർക്കില്ലെങ്കിൽ പണി വാളും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ ഇരുന്ന് പഠിച്ചു. ലാസ്റ്റ് ടീച്ചർ എനിക്കായിട്ടൊരു ബുക്ക് തന്നെ, ഒരു ഫോർമാറ്റ്, എല്ലാ ഫോർമാറ്റും ഇംഗ്ലീഷിലെ എല്ലാ ഫോർമാറ്റുള്ള ബുക്ക് തന്നെ. ഇത് ഫുള്ള് പഠിച്ചണം, പഠിച്ചാൽ തന്നെ പകുതി മാർക്ക് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ കുറേയൊക്കെ പഠിച്ചെടുത്ത്. എന്നിട്ട് ലാസ്റ്റ് എക്സാം എഴുതുമ്പോൾ കട്ടക്കാലത്തിന് ടീച്ചർ തന്നെ വന്നു. എക്സാമിന് ടീച്ചർ വന്ന് ലാസ്റ്റ് ഞാനും മുമ്പിൽ എല്ലാ എക്സാമിനും എൻ്റെ ഇപ്പം പഠിച്ചവർക്കൊക്കെ അറിയാം, ഞാനേക്കാൾ മുമ്പിൽ ലാസ്റ്റ്. എന്നിട്ട് മുമ്പിൽ എഴുതി ടീച്ചർ ഞാൻ എഴുതണം ഇങ്ങനെ നോക്കുക. ടീച്ചർ നമ്മൾ എഴുതണം നോക്കിയാൽ തന്നെ നമുക്കൊരു എഴുതാൻ ഒരു മൂഡേ കിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു ഫോർമാറ്റിൻ്റെ ഏകദേശം പകുതി എഴുതി അടുത്ത പാരഗ്രാഫ് തുടങ്ങുക. അതിൽ സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. അതിൽ ഞാൻ തല തിരിഞ്ഞും മറിഞ്ഞൊക്കെ ചിന്തിച്ച് ടീച്ചറിൻ്റെ ഇങ്ങനെ നോക്കണോണ്ട് ചിന്തിച്ച് ലാസ്റ്റ് കിട്ടില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ ടീച്ചറെ സ്റ്റാർട്ടിങ് പറഞ്ഞ് അടുത്ത ലൈനും കുറവില്ല. ലാസ്റ്റ് അടുത്ത ലൈനും ടീച്ചർ കട്ടക്കാലത്തിന് പറഞ്ഞു. പിന്നെ ഞാൻ ടീച്ചർ പറഞ്ഞു ഇത്ര മതിയില്ലേ, പകുതി മാർക്ക് കിട്ടൂലേ. ടീച്ചർ പകുതി മാർക്ക് കിട്ടാൻ എനിക്ക് ഞാൻ ബുക്ക് തന്നത് അത് പഠിപ്പിച്ചു. അവൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ പണി പാളിയെന്നാന്ന് തോന്നുന്നു, എനിക്ക് ഇത്ര അറിയുള്ളൂ. പക്ഷെ ദൈവഭാഗ്യം എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു പകുതി സമയമായാലും ഇങ്ങനെ മാറൂലേ സാറുമാർ, ടീച്ചേഴ്സ് ഇങ്ങനെ മാറില്ല, സാറുമാരും ടീച്ചേഴ്സ് അങ്ങനെ മാറി. അൽഹംദുലില്ലാ അന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പേപ്പർ ഇട്ടുമ്പോൾ അത് അർഹമുക്കൊള്ളാന്നായി. ടീച്ചർ ഇട്ടു, എന്നെ അപേക്ഷിച്ച് വലിയ മാർക്കാണെങ്കിലും ടീച്ചർ അപേക്ഷിച്ച് അത് കുറവ് മാർക്കായിരുന്നു. അങ്ങനെ പിന്നെ ടീച്ചർ പറഞ്ഞ് ഇത്ര മാർക്ക് കിട്ടിയാൽ പോരാ, ഇനി കൂടണം എന്ന് പറഞ്ഞ് ടീച്ചറിനെ ഒറ്റയ്ക്ക് ഇരുത്തി എനിക്ക് കുറേ പഠിപ്പിച്ചെന്ന്, കുറേ കഷ്ടപ്പെട്ട് ടീച്ചറിനെ പഠിപ്പിച്ച്. അങ്ങനെ എനിക്ക് ഫൈനൽ എക്സാമിൽ നല്ലൊരു മാർക്ക് കിട്ടി. അപ്പോൾ ആ ടീച്ചർക്ക് ടീച്ചറെ പേര് പറയണ ഇത്ര ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ടീച്ചർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.